ഓണൊക്കെ ആയതുകൊണ്ട് ഡ്രസ്സ് എടുക്കാൻ പോകാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. അപ്പോൾ ദേ രാവിലെ തന്നെ ചിക്കൻ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദേ നമ്മുടെ വെളുത്തുള്ളിയും അതുപോലെ തന്നെ പച്ചമുളക്, ഇഞ്ചി, വേപ്പില ഇതൊക്കെ കൂടി ഇട്ട് ദേ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ചിക്കൻ നമ്മൾ മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദേ സബോളയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ദേ സബോളയും കൂടെ ചേർത്തെടുത്തിട്ടുണ്ട്. നല്ലപോലെ ചെറുതാക്കി അരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് കാരണം വേഗം ഒന്ന് വഴണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇതൊന്ന് റെഡിയാക്കി ഊണ് കഴിച്ചിട്ട് വേണം നമുക്ക് ഡ്രസ്സ് എടുക്കാനായിട്ട് പോകാനായിട്ട്. അങ്ങനെ ദേ സബോളൊക്കെ ഇട്ട് കൊടുത്തു. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്നൊന്ന് വാടി കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ദേ നമ്മുടെ സബോള ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ചട്ടിയിൽ തന്നെ ഇരുന്ന് നല്ലപോലെ വഴണ്ട് കിട്ടും. അത്രയും ചൂടുള്ളൊരു ചട്ടിയാണിത്. അപ്പോൾ നമ്മളൊരു ഏകദേശം സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്തിടാം. പിന്നെ അതിൽ തന്നെ ഇരുന്ന് വഴണ്ടോളും. അങ്ങനെ ദേ വേറൊരു ചട്ടി എടുത്തിട്ട് നമുക്ക് ചിക്കൻ വറുക്കാൻ വെക്കാം കേട്ടോ. അങ്ങനെ ദേ ആവശ്യത്തിന് ഓയിലൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഇനി ദേ നമുക്ക് ചിക്കനും കൂടെ വെച്ച് വറുത്ത് കൊടുക്കാം. അപ്പോൾ ദേ പെരുംജീരകവും അതുപോലെ തന്നെ ഗരം മസാലയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാട്ടോ അത്. അപ്പോൾ ദേ നമ്മൾ ഇന്ന് കുറച്ചൊരു ട്രിപ്പിനെ വറുക്കുന്നുള്ളൂ. അധികം കറി ഉണ്ടാക്കുന്നില്ല, കുറച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ ആവശ്യത്തിന് പീസുകൾ നമുക്ക് ഏതായാലും വറുക്കാനായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. ചെറിയ ചെറിയ പീസുകളാക്കിയിട്ടാട്ടോ ഞങ്ങൾ ഫ്രൈ ചെയ്യുന്നത്. നമ്മൾ മേടിക്കുമ്പോൾ അത്യാവശ്യം നല്ല വലിയ പീസുകളായിട്ടാണ് നമുക്ക് കിട്ടൽ. അപ്പോൾ ചെറിയ ചെറിയ പീസുകളാകുമ്പോൾ എല്ലാവർക്കും കഴിക്കാനും സുഖം, എല്ലാവർക്കും ഇഷ്ടമാണ്. അങ്ങനത്തെ പീസുകളൊക്കെ വെച്ച് കൊടുത്ത് നല്ലപോലെ മൂടി വെച്ചൊന്ന് വേവിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മൊരിഞ്ഞ് കിട്ടും. അങ്ങനത്തെ നമ്മളൊരു ചില്ലിൻ്റെ മൂടിയുണ്ട്, അപ്പോൾ അത് വെച്ചൊന്ന് മൂടി വെച്ച് കൊടുത്ത് വേവിച്ച് കഴിഞ്ഞാൽ വേഗം ഒന്ന് റെഡിയായി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ. ഇതൊന്ന് റെഡിയാക്കിയിട്ട് വേണം നമുക്ക് പോവാനായിട്ട്. അങ്ങനെ അത്യാവശ്യം ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള സബോളയും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ പൊടികളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ ഇതിലേക്ക്. അങ്ങനെ നമുക്ക് ആദ്യം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയും ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മൾ ഗരം മസാലയും കൂടി ചേർക്കുന്നുണ്ട് നമ്മൾ വീട്ടിൽ തന്നെ. ഇനി ഇതെല്ലാം ഒന്ന് സെറ്റാവണ വരെ നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. ഈ പൊടികളൊക്കെ അത്യാവശ്യം ഒന്ന് സബോളയുമേലും ചിക്കനുമേലും ഈ സബോളയും അതുപോലെ തന്നെ മസാലയൊക്കെ ഒന്ന് പിടിക്കുന്ന വരെ നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. അത്യാവശ്യം ഒന്ന് ഇളക്കി ഒന്ന് റോസ്റ്റ് ചെയ്യുന്ന പോലെ ആക്കിയതിന് ശേഷം വേണം നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാനായിട്ട്. തക്കാളിയൊക്കെ വേണ്ടവർക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ തക്കാളി അങ്ങനെ ചേർക്കലില്ല, വല്ലപ്പോഴൊക്കെ ചേർക്കത്തുള്ളൂ. അങ്ങനത്തെ ഏകദേശം ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ടല്ലോ അതും. അങ്ങനെ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിന് മുങ്ങത്തക്ക വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മൾ കുറേ ചിക്കനൊക്കെ വെക്കുമ്പോൾ അത്യാവശ്യം മുങ്ങത്തക്ക വെള്ളം നമ്മൾ വെച്ചിട്ടാണ് തിളപ്പിച്ചെടുക്കൽ. അപ്പോൾ ഇത് പാകത്തിന് ഇന്ന് വെള്ളം ഒഴിക്കുന്നുള്ളൂ. ഇന്ന് കുറച്ച് വെള്ളം കുറവാട്ടോ ഒഴിച്ചത്, വേഗം ഒന്ന് റോസ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത്യാവശ്യം ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക കുറച്ച്. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി വറ്റി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഊണ് കഴിച്ചിട്ട് വേണം നമുക്ക് ഡ്രസ്സ് എടുക്കാനായിട്ട് പോകാനായിട്ട്. അങ്ങനെ ചിക്കനും കൂട്ടി ഊണ് നല്ല അടിപൊളിയായിട്ട് കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇനി നമുക്ക് ഡ്രസ്സ് എടുക്കാനായിട്ട് പോകണം. അപ്പോൾ തൃപ്രയാർ പോകാമെന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. നമ്മുടെ ഇവിടെ അത്ര നല്ല ഷോപ്പുകളൊന്നുമില്ല. തൃപ്രയാറും അത്യാവശ്യം നല്ല കളക്ഷനൊക്കെ ഉണ്ടാവും മിക്ക കടയിലും. അങ്ങനെ ആദ്യം പോയത് അർച്ചനയിലാട്ടോ. അത്യാവശ്യം സിമ്പിളായിട്ട് ഇടാൻ പറ്റുന്ന കുറച്ച് ടോപ്പുകൾ കണ്ടു. കളർ ചേഞ്ച് ആട്ടോ ഇതിൻ്റെ, മിക്ക കളർ ചേഞ്ചുകളുണ്ട്. പിങ്കും അതുപോലെ തന്നെ ഗ്രേയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അത്യാവശ്യം റേറ്റ് കുറവായിരുന്നു കേട്ടോ. പിന്നെ ഈ ടോപ്പിനൊക്കെ ഒരു 300 സംതിങ് ഒക്കെ വരുന്നുള്ളൂ. പിന്നെ നമുക്കൊരു ഫംഗ്ഷനൊക്കെ ഇടാൻ പറ്റുന്ന ടൈപ്പല്ല. പിന്നെ സ്ലിറ്റിൻ്റെ ടൈപ്പൊക്കെ വരുന്നുണ്ട്. എനിക്ക് കൂടുതൽ ഇങ്ങനെ ഉടുപ്പ് മോഡൽ അങ്ങനത്തെ ടോപ്പുകളൊക്കെ ആട്ടോ കൂടുതൽ ഇഷ്ടം. അങ്ങനത്തെ ഞാൻ ഈ ഒരു ടോപ്പാട്ടോ, എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സിമ്പിൾ ടോപ്പാണ് എങ്കിലും 200 സംതിങ് ഒക്കെ വരുന്നുള്ളൂ റേറ്റ്. അപ്പോൾ ഈ ടോപ്പ് ഏതായാലും എടുക്കാമെന്ന് വിചാരിച്ചു, അത് എടുത്തു കേട്ടോ. പിന്നെ ഒരു വീട്ടിലിടുന്ന വേറൊരു ടൈപ്പ് കൊടുത്തു. പിന്നെ ഫംഗ്ഷനൊക്കെ ഇടാൻ പറ്റുന്ന ഒരു നല്ല ടോപ്പും കൂടെ വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ വേറെ കയറിയിട്ടാണ് അത് മേടിച്ചത്. ലാമിയെന്നാണ് അത് മേടിച്ചത് കേട്ടോ. കുറേ കടയിൽ കയറി ഇറങ്ങിയിട്ടാണ് നമുക്ക് ഈ ഒരു ടോപ്പ് കിട്ടിയത്. പിന്നെ എനിക്ക് മിക്ക ടോപ്പുകൾ ഇഷ്ടപ്പെടാഞ്ഞിട്ടാട്ടോ എടുക്കാഞ്ഞത്. ഇത് പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻ്റെ കയ്യിൽ ഇല്ലാത്തൊരു കളറുമാണ്. പിന്നെ അത്യാവശ്യം നല്ല ഫംഗ്ഷനൊക്കെ ഇടാൻ പറ്റുന്ന പോലത്തെ ഒരു ടോപ്പുമായിരുന്നു കേട്ടോ അത്. അത്യാവശ്യം ഒരു ഉടുപ്പും മോഡൽ നമുക്ക് ഇടാം. പിന്നെ എനിക്ക് കറക്റ്റ് ഒരു മീഡിയം സൈസും കിട്ടി. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.